ആരാ? ഗുഡ് മോർണിംഗ് സർ, ഞാൻ ആര്യ. DC ബാങ്കിൽ നിന്ന് വരുക. ഞങ്ങളുടെ പുതിയൊരു ഓഫർ പരിചയപ്പെടുത്താൻ വന്നേ. എന്ത് ഓഫർ? സർ, പുതിയ ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പുതിയൊരു EMI ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പുതിയ ഫോണൊന്നും എടുക്കാൻ പ്ലാനില്ല. അല്ല സർ, സാറിൻ്റെ ഫോണിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ എടുക്കാൻ പറ്റും. എൻ്റെ ഫോണിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെന്താടാ പട്ടി നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ രാവിലെ തൊട്ട് വിളിക്കുക, അറ്റ്ലീസ്റ്റ് നിനക്ക് ആ മെസ്സേജ് എങ്കിലും. അവന്റെ ഒരു PUBG. മൂന്നാമത്തെ ഫോൺ പ്ലീസ്, അതുകൊണ്ടോ. ഇപ്പം എന്താ പ്രശ്നം? നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞില്ല എൻ്റെ അച്ഛനെ വന്നൊന്ന് കാണാൻ. ഇപ്പത്തെ പുതിയൊരു ആലോചനയായിട്ട് വന്നേക്കാം. അത് ഏകദേശം ഉറപ്പിച്ച മട്ട. എടി, നീ പറഞ്ഞിട്ട് നിന്റെ അച്ഛനെ വന്ന് ഞാൻ ഒരു തവണ കണ്ടില്ലയോ? ആ കിഴങ്ങൻ എന്നോട്, അല്ല, ആ കിഴങ്ങ് വർഗ്ഗം മാത്രം കഴിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞത് നിന്റെ ജാതകത്തിൽ എന്തോ കുഴപ്പമുണ്ട്, നിന്നെ കെട്ടിക്കഴിഞ്ഞ് 7 ഞാൻ ചത്തുപോകുന്ന. അപ്പം ഞാൻ എന്തോ പറയാനാ? നീ ഒരു കാര്യം ഇറങ്ങി വാ. ദേ, ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞതാ, വീട്ടുകാരില്ലാത്ത ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, വീട്ടുകാരെ ഇൻവൈറ്റ് ചെയ്തൊരു പരിപാടി വെക്ക്. എടി, നിന്റെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ നേരെ ചൊവ്വ എന്തോ പറയാനാ? ചൊവ്വയായിട്ട് ഇപ്പാട് അല്ല നെപ്റ്റ്യൂണോ പ്ലൂട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിന് പറ്റിയ ആളെ എവിടെ നിന്ന് കൊണ്ടുതന്നെ. എടാ, എന്തായാലും നീ ഇത്തവണത്തെ കൂടി അച്ഛനൊന്ന് കാണും. ഇനി ഞാൻ നിർബന്ധിക്കത്തില്ല, പ്ലീസ്. ശരി, വരാം. പക്ഷെ നിന്റെ അപ്പൻ്റെ മോന്ത കാണുമ്പോഴാ. ആ, എന്താ എൻ്റെ അച്ഛൻ്റെ മോന്തയ്ക്ക് പ്രശ്നം? അങ്ങനെ നിന്റെ ഒരു ചായ ഉണ്ട്. എന്താ എന്ത്? എന്താ വേണ്ടേന്ന്? ആ, എനിക്ക് മധുരം കുറച്ചൊരു ചായ. കാര്യം പറ. നമ്മുടെ കല്യാണക്കാര്യം. നമ്മുടെ കല്യാണക്കാര്യം? എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇതാ നിൽക്കുന്ന എൻ്റെ ഭാര്യ. അച്ഛാ, കാർത്തി വന്നതേ ഞങ്ങളുടെ കല്യാണക്കാരെ സംസാരിക്കാനാ. അതിനി എന്താ സംസാരിക്കാൻ? എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ തമ്മിൽ ചേരത്തില്ല. ചേർക്കാൻ നോക്കിയാൽ 7-ാം നാൾ താൻ തട്ടിപ്പോകുന്നു. അതെ, ഇപ്പോഴത്തെ പിള്ളേർക്കേ ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടാവത്തില്ലെന്നേ. പിള്ളേർക്ക് വിശ്വാസം വേണ്ട, പിള്ളേരെ ഉണ്ടാക്കിയവർക്കാകാമല്ലോ. അതെ, ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യം പറയുന്നതിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. അദ്ദേഹം പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ശരിയാകുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഈ വീടിൻ്റെ സ്ഥാനം, കിണറിൻ്റെ സ്ഥാനം, ഞങ്ങളുടെ കല്യാണക്കാര്യം, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്തതാ. വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഇപ്പോൾ കല്യാണം നടന്നാലും ഞാനല്ലേ തട്ടിപ്പോകത്തുള്ളൂ, ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ മോള് വിധവയായിക്കിട്ടുന്നു. അയ്യോ, അങ്ങനെയല്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ, താൻ വേറെ കിട്ടുക. ഈ ജോത്സ്യനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? താൻ കണ്ടിട്ടെന്തിനാ? അല്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. പരിഹാരമൊന്നും ഇല്ലെന്നാണ് പുള്ളി പറയുന്നെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല. ഇതിനൊരു പരിഹാരം ഇല്ല. കേട്ടല്ലോ, വാ പോകാം. അല്ലല്ല, എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്താൽ വല്ല കൂടോത്രോ മറ്റോ? കൂടോത്രോ? എടോ, അങ്ങനെയുള്ള ഒരു പാത്രവും ഈ അപ്പു നമ്പൂതിരി ചെയ്യില്ല. എടോ, തനിക്ക് ഈ ജാതകത്തിലുള്ള ദോഷം എന്താണെന്ന് അറിയോ? ഗുളികദോഷം. ഈ ഡേറ്റ് എക്സ്പയർ ആയിട്ട് ഗുളിക വല്ലതും കഴിച്ചതിൻ്റെ ആയിരിക്കും. എടോ, ഗുളികൻ എവിടെ നിന്ന് കിട്ടിയടോ ഇതിന്? എൻ്റെ പൊന്ന് ജോത്സ്യരെ, ഇതിനെ ഒഴിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ഒരു ശത്രു സംഹാര പൂജ അങ്ങ് നടത്തുക, ഒഴിപ്പിക്കുക ഇതിനെ. ഡോക്ടറെ, എന്തോ? വൈദ്യരെ, ജോത്സ്യരെ. എടോ, തനിക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യത്തെപ്പറ്റി പോലും ഒരു ബോധമില്ല, പിന്നെ എങ്ങനെയാണ് നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ബോധം വെക്കുക? എടോ, ഈ ജാതകത്തിൽ പറയുന്ന പോലെ താൻ എവിടെ കെട്ടിയാൽ താൻ 7-ന്റെ അന്ന് മരിക്കും. ശിവ, മരണത്തെ പേടിയില്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അച്ഛാ, നമുക്ക് വേറെ ഏതെങ്കിലും ജോത്സ്യനെ കൂടെ ഒന്ന് കണ്ടാലോ? എന്താ പറഞ്ഞേ? എടോ, ഞാൻ പറഞ്ഞത് അത് അച്ചട്ടാ. തനിക്കൊരു കാര്യം അറിയോ? എൻ്റെ അച്ഛൻ മരിക്കുമെന്ന് ഞാൻ കബഡി നോക്കി കണ്ടതാ. അന്ന് തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തു. കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തില്ല. കാരണം അന്ന് അച്ഛൻ കബഡിയിൽ കണ്ട പോലെ മരിച്ചേ തീരൂ. അതുപോലെയാണ് തൻ്റെ കാര്യം. താൻ എവിടെ കെട്ടിയ 7-ന്റെ അന്ന് താൻ മരിക്കും. വിധിയെ തടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ മരിച്ചില്ലെങ്കിലോ? മരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ തല്ലിക്കൊല്ലും. കാരണം വിധിയെ തടുക്കാൻ പാടില്ല. ജോത്സരെ, ഈ ജാതകപ്പൊരുത്തത്തേക്കാ മനപ്പൊരുത്തത്തിലല്ലയോ കാര്യം? മനസ്സ് എപ്പോൾ വേണേലും മാറാം, പക്ഷെ ജാതകം മാറുന്നില്ല. അച്ഛാ, ഈ ജാതവും പൊരുത്തമൊക്കെ നോക്കി നടത്തുന്ന എത്ര കല്യാണങ്ങളാ ഫെയിൽ ആവണേ? എല്ലാ കാര്യത്തിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ നല്ലതല്ലേ? നമുക്ക് വേറൊരു ജോത്സ്യനെ നോക്കിയാലോ? അതെ, എനിക്ക് ഇയാളെ കണ്ടിട്ടൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ജോത്സ്യനെ ഒന്ന് കാണാനേ. എടോ, ഇന്ന് ഈ കേരളത്തില് വാസ്തു, ജ്യോതിഷം, ഹസ്തരേഖ ഇതെല്ലാം അച്ചട്ടായിട്ട് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് ഞാനാ. ഹസ്തരേഖ അറിയോ? എടോ, വേട്ടാവളിയാ, ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? എൻ്റെ കണ്ണുകൾ കണ്ട് അറിയത്തില്ലേ ഞാനൊരു പണ്ഡിതനാണെന്ന്?
ഹസ്തരേഖയിൽ എന്നെ വല്ല ഒന്ന് ഭൂമിയിൽ ആരും ഇല്ല. ഞാൻ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കാലിൻ്റെ രേഖ നോക്കാനേ നോക്കുമ്പോൾ കുറച്ച് ഇക്കിളിയാവും, പക്ഷെ കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒന്ന് നോക്കൂ. കാലോ എടുത്ത് വെക്കുക. അല്ല, എൻ്റെ കൈയും നോക്കൂ. തൻ്റെ കൈ നോക്കാനല്ല ഇവിടെ വന്നത്. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലയോ? താൻ എൻ്റെ മോളെ മറന്നേക്ക് പോവാ. അല്ല, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, എൻ്റെ കൈ കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാന്നേ. ഒന്നും വേണ്ടാന്നേ. സാരമില്ല, കൈ വെക്കുക. അവസരം മുതലാക്കിയാണല്ലേ, കൈ കാണിക്കുക. ദാ. തന്നെ കണ്ട പോലെ അല്ലല്ലോ, ജോലിയൊക്കെ ഉണ്ടല്ലേ? അല്ല ആ ഉണ്ട്. ഭാഗ്യരേഖ തെളിഞ്ഞു കിടക്കുകയാണല്ലോ. ആണോ? അതെവിടെ? വേണ്ടേ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? ഓ ഓ ഓ, അപ്പൊ ഇതെന്തുവാ? ഇത് ആയുർരേഖ. ആ അങ്ങ് ഉച്ചത്തിലാണല്ലോ. തനിക്ക് 90 വയസ്സ് വരെ മരണമില്ല, ദീർഘായുസാ. 90 വയസ്സ് വരെ എനിക്ക് മരണമില്ലേ? മരണമില്ലെന്നേ, തല്ലി കൊന്നാലും ചാകില്ല. ആ, അപ്പൊ എനിക്ക് ആര്യെ കെട്ടാലോ? 90 വയസ്സ് വരെ എനിക്ക് മരണമില്ലല്ലോ. അത് പറ്റില്ല. താൻ എവിടെ കെട്ടിയ 7 താൻ മരിക്കും. ഹസ്തരേഖ പ്രകാരം എനിക്ക് 90 വയസ്സ് വരെ ആയുസുണ്ടല്ലോ. അപ്പൊ ഹസ്തരേഖ കള്ളം പറയുക? ഹസ്തരേഖ കള്ളം പറയത്തില്ല. അപ്പൊ ജാതകം കള്ളം പറയൂ? ജാതകം തെറ്റില്ല, ഞാനല്ലേ എഴുതിയേ. എനിക്ക് 90 വയസ്സ് വരെ ആയുസുണ്ടോ? അതുണ്ട്. അപ്പൊ ഞാൻ ആര്യെ കെട്ടിയാലും ചാവത്തില്ലല്ലോ. 7 മരിക്കും. അപ്പൊ ഞാൻ ഹസ്തരേഖയിൽ 90 വയസ്സ് വരെ ജീവിക്കുമല്ലോ. അത് ജീവിക്കും. അപ്പൊ എനിക്ക് ആര്യെ കെട്ടിക്കൂടെ? എടാ, ഈ കെട്ടിയത് 7 ചാവോടാ. താൻ അദ്ദേഹത്തെ കൺഫ്യൂഷൻ ആക്കിയിട്ട് കല്യാണമൊന്നും നടത്തണ്ട. ഇത് നടക്കത്തില്ല, ഞാനിത് നടത്തത്തില്ല. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്ന കണ്ടില്ലേ? നിന്റെ അഭിപ്രായം ഞങ്ങൾ ചോദിക്കും, അപ്പം പറഞ്ഞാൽ മതി. എടാ ഇറക്ക, നീ നിന്റെ വീട്ടുകാരെ വിളിച്ചോട്ട് വീട്ടിലോട്ട് വാ. നിങ്ങളുടെ കല്യാണേ ഞാൻ നടത്തിത്തരാം. ലളിതേ, എന്തോന്ന് ലളിത? ഈ പറയുന്നതിനുള്ള പ്രശ്നം എൻ്റെ ജാതകത്തിലും ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചേ ജാതകം മാറ്റി എഴുതിയാ നിങ്ങളുമായിട്ടുള്ള കല്യാണം എൻ്റെ അച്ഛൻ നടത്തിയത്. എൻ്റെ ജാതകത്തിൽ പറയുന്ന പോലെ ആയിരുന്നെങ്കിലേ 7 തീരേണ്ടതാ നിങ്ങൾ. മോനിത് കേൾക്കണം. എവിടെ ചെറുപ്പത്തിൽ ഞങ്ങൾ വീഗാലാൻഡിൽ പോയപ്പോഴേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങൾ 2 പേരും 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ട് ഇങ്ങേർക്ക് ഒരു ഗുരുവും ഉണ്ടായില്ല. പിള്ളേരെ, നിങ്ങൾ വാ, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. ആ കള്ളക്കിളവനെ, എൻ്റെ അമ്മായിയച്ഛനെ എനിക്കൊന്ന് കാണണം. അത് വിട്, ജോത്സ്യല്ലേ, ഇതെല്ലാം കണക്കിൻ്റെ ഒരു കളികളാണ്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നൊക്കെ ഇരിക്കും. അതിൻ്റെ പേര് ഇനി കുഴപ്പമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അതല്ല ജോത്സരെ, കല്യാണം കഴിഞ്ഞതിൻ്റെ 2-ാം ദിവസം അയാൾ എന്നെക്കൊണ്ട് LIC പോളിസി എടുപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതും അയാളെ നോമിനി വെച്ച്. വാ, സെക്സി മാൻ. ഏയ്